നിങ്ങൾ വീണ്ടും തോറ്റുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ഡിസിപ്ലിൻ തിരിച്ചു കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ഒരുപാട് ഉണ്ടാക്കിയ പ്രോഗ്രസ് നിങ്ങൾ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടെന്ന് വിചാരിച്ച ചില ശീലങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ആവർത്തിക്കുമെന്ന് പ്രോമിസ് ചെയ്ത ചില ശീലങ്ങൾ ഓരോ ദിവസവും തെറ്റിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥ എങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഹൗ ടു സ്റ്റാർട്ട് അഗെയിൻ. ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാം ഡൗൺ, വളരെ സമാധാനപ്പെടുക. കാരണം നമുക്കറിയാം നമ്മളെ കാര്യങ്ങൾ കൈവിട്ട് പോയി, നമ്മൾ വിചാരിച്ച മാതിരി കാര്യങ്ങൾ പോകണില്ല. നിങ്ങൾക്ക് സമാധാനപ്പെടാൻ കഴിയണില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാക്കുകൾ വിശ്വസിക്കുക, എൻ്റെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ തന്നെ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. അപ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത് സമാധാനപ്പെടുക. തിങ്ക് വാട്ട് യു വാണ്ട്. എന്താണ് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടത് അത് നിങ്ങൾ ചിന്തിക്കുക. ഈ സമയത്ത് വളരെ നമ്മൾ കൈവിട്ട് പോയ അവസ്ഥയാണ്. നിങ്ങൾ ചിന്തിക്കുക എന്താ, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഇതിലും മോശം അവസ്ഥ എനിക്ക് വരാനില്ല, അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് മാത്രമേ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ മാത്രം വിജയിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 വന്ന സ്ഥലത്തുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മറികടക്കാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എപ്പോഴും നല്ലോണം ഒപ്റ്റിമൈസ് ആയിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തിങ്ക് വാട്ട് യു വാണ്ട്. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ചിന്തിക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് മാത്രമേ കിട്ടൂ. എങ്ങനെയാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കഴിച്ചാവും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് കഴിച്ചലാവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. എങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നത് എന്ന് ചിന്തിക്കുക. അതായത് ഈ സമയത്ത് നമുക്കറിയാം ഒരുപാട് പെയിനുള്ള ഒരു സമയമാണ്. നമുക്ക് ചെയ്യാൻ തോന്നുന്നതാകെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ബാഡായ ശീലങ്ങളായിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമാണ്. അതായത് എനിക്കറിയാം ഈ സമയത്ത് നമ്മളൊരു ഒരു മെഡിറ്റേഷനോ വർക്കൗട്ടോ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് തോൽച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വിൽ പവർ കുറവേക്കാണ്. ചെറിയ 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 ശീലങ്ങൾ നമ്മളിങ്ങനെ കുറച്ചിച്ച് ഉൾപ്പെടുത്താം. എനിക്കറിയാം നിങ്ങൾ ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും, വാട്ട് ഇഫ് ഐ ഫെയിൽ, ഞാൻ ഈ സമയത്ത് തോറ്റുപോയാൽ ഞാൻ എന്ത് ചെയ്യും. 1%. കാരണം ഈ ഒരു പ്രതീക്ഷയാണ് ഗൈസ് നമ്മളെ ഏറ്റവും നല്ല മോട്ടിവേഷനുള്ള സമയത്തല്ല നമ്മൾ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്നത്. നമ്മൾ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഇത് എനിക്ക് പറ്റിയൊരു അവസരമാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ വീണ്ടും വീണ്ടും ശ്രമിക്കുക. ഇതത്ര എളുപ്പമുള്ള കാര്യമില്ല. ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വൺ ഡേ യു വിൽ അച്ചീവ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതാണ്.